നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് CPM വെല്ലുവിളിച്ച എല്ലാവരും വിജയിച്ചിരിക്കുന്നു. ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടത് ഐഷ പുറ്റി മാത്രമാണ്. ഇവിടെ പിണറായി വിജയൻ പോലും വളരെ കഷ്ടപ്പെടുകയായിരുന്നു. അതാണ്ട് 4.25 മണിക്കൂറോളം പിണറായി വിജയൻ ഒരു ലീഡ് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ കേഡറുകൾ തന്നെയല്ലേ CPM പാഠം പഠിപ്പിച്ചത്? ഇവരുടെ വിജയത്തിന് കാരണവും CPM ഈ വിട്ടുപോയവരുടെ വിജയത്തിന് കാരണവും ഈ കേഡറുകൾ തന്നെയല്ലേ? ഒരു പരിധി വരെ കേഡറുകൾ മാത്രമല്ല, നമ്മളത് ആഴത്തിലിറങ്ങി പരിശോധിക്കണം. ഈ കേഡറുകൾ ശരിയാണ്, പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു, അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, അത് സംഭവിച്ചിരിക്കുന്നു. അത് ഇത്രയും കാലം ഇല്ലായിരുന്നു, ഇപ്പൊ അനിവാര്യമായിരുന്നു എന്നാണ്. അത് ആദ്യമായിട്ട് സംഭവിച്ചു എന്ന് നമ്മൾ കരുതണ്ട. ഇതിനു മുമ്പും ചെറിയ തോതിലൊക്കെ നടന്നു. അത് ആരെങ്കിലും നേതാക്കന്മാരെ ഗ്രൂപ്പിസത്തിന്റെ പേരിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM ഏതാണ്ടൊരു എപ്പോഴും ഒരു 40% വോട്ട് കിട്ടുന്നതാണ്. അതിൽ ഒരു 2-3% വോട്ട് പോയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ 37%, 37 ചില്ലറ ശതമാനമാണ് വോട്ട്. കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ 37% വോട്ട് ഇപ്പോഴും CPM 46%, 46 ആണ് UDF കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ തനിയെ എടുത്ത് നോക്കുമ്പോഴാണ് കൃത്യമായ ഇത് നമുക്ക് മനസ്സിലാകുന്നത്. CPM നല്ല രീതിയിൽ വോട്ട് കുറഞ്ഞു. അതിൽ ഒരു പ്രധാന കാരണം പാർട്ടി അണികൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു. പാർട്ടി മെമ്പർമാർ തന്നെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ കാര്യം എടുക്കാം. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കുള്ളിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതായത് രക്തസാക്ഷി ഫണ്ട് വെട്ടിക്കുന്നു. ആരാണ് രക്തസാക്ഷി? പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആളാണ്. അതായത് ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് അവന്റെ ജീവനാണ്. ആ ജീവൻ പാർട്ടിക്ക് വേണ്ടി, പാർട്ടി ആശയങ്ങൾക്ക് വേണ്ടി, പാർട്ടി സംഘടനാ സംവിധാനത്തിന് വേണ്ടി, പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ബലി കൊടുക്കുമ്പോഴാണ് ഒരാൾ രക്തസാക്ഷിയാകുന്നത്. CPM സംബന്ധിച്ച്, BJP സംബന്ധിച്ച് ഒരാൾ ബലിദാനിയാകുന്നത് അങ്ങനെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരാൾ ഈ പറയുന്നത് പോലെ സ്വന്തം ജീവൻ കൊടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും വലിയ ത്യാഗം ചെയ്യുമ്പോഴാണ് അതൊരു വലിയ കാര്യമായി മാറുന്നത്. എല്ലാ പാർട്ടിക്കാർക്കും അങ്ങനെ. അപ്പൊ കുഞ്ഞികൃഷ്ണൻ ആ രക്തസാക്ഷി ഫണ്ട്, രക്തസാക്ഷിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫണ്ട്, അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതാണ്. ആ ഫണ്ട് വെട്ടിച്ചതിനെതിരെയാണ് കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നത്. TK ഗോവിന്ദൻ രംഗത്ത് വന്നത് പാർട്ടിയിലെ സ്വജനപക്ഷപാതം, ഈ എന്താ പറയുക, സ്വന്തക്കാരെ തിരികെ കയറ്റൽ, പിൻവാതിലിലൂടെ തിരികെ കയറ്റൽ. ഞാൻ കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ മകൾ, ഈ ഒരു പരിപാടി പാർട്ടിയെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് TK ഗോവിന്ദൻ രംഗത്ത് വന്നത്. ഒരു വനിതയെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ TK ഗോവിന്ദൻ അവിടെ സുകന്യയുടെ പേരാണ് പറഞ്ഞത്. പക്ഷെ സുകന്യ അവിടെ ആരുമേ അല്ല, സുകന്യയെ പരിഗണിച്ചിട്ടേ ഇല്ല. അവിടെ അങ്ങനെ ഒരാളവിടെ ഉണ്ടെന്ന് പോലും ചർച്ച ചെയ്തിട്ടില്ല. ഇതുപോലെ സുധാകരൻ രംഗത്ത് വന്നത് പ്രായാധിക്യം പറഞ്ഞു സുധാകരനെ വെട്ടി. എന്നാൽ സുധാകരനേക്കാൾ പ്രായമുള്ള മുഖ്യമന്ത്രിക്ക് അത് ബാധകമല്ല, മുഖ്യമന്ത്രിക്ക് ഇളവ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റു പലർക്കും കഴിവുള്ളവർക്ക് ഇളവ് കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ അച്ഛന് വയസ്സായി എന്ന് പറഞ്ഞ് നമ്മൾ അച്ഛനെ വെട്ടുമോ? അച്ഛന്റെ പദവിയിൽ നിന്ന് വെട്ടിക്കളയും. ഇനി നിങ്ങളൊരു മൂലയ്ക്ക് ഇരുന്നോ? ഇല്ല. നമ്മുടെ അച്ഛൻ എല്ലാ കാലത്തും അച്ഛന്റെ വാക്കുകൾക്ക് വിലയുണ്ട്. അച്ഛന് ശാരീരികമായ അവശതകൾ കൊണ്ട് പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല, കാര്യങ്ങളിൽ ഇടപെടാൻ. അതുകൊണ്ട് അത് പലതും അച്ഛന്റെ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു, ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. എല്ലാ പാർട്ടിക്കാർക്കും ഉള്ള കാര്യം ബാധകമാണ്, എല്ലാവർക്കും. അത് മുഖ്യമന്ത്രിക്കും ബാധകമാണ്. അതാണ് സുധാകരൻ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം, ആലപ്പുഴയുടെ സ്പന്ദനങ്ങൾ അറിയുന്ന ആളാണ് സുധാകരൻ. അതുപോലെ പയ്യന്നൂരിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ആളാണ് കുഞ്ഞികൃഷ്ണൻ. തളിപ്പറമ്പിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ആളാണ് ഗോവിന്ദൻ. ഇവരെല്ലാം അതായത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നമ്മൾ പറയും പാർട്ടി കോട്ടയാണ്, പാർട്ടി ഗ്രാമങ്ങളാണ്, അവിടെ പാർട്ടിയെ തകർക്കാൻ പറ്റില്ല. എത്ര വലിയ തരംഗത്തിലും കണ്ണൂർ പാർട്ടി പിടിച്ചു. ഇപ്പൊ എന്തായി? ഒരു താരതമ്യേന ചെറിയ, ഏറ്റവും ആദ്യമായി വന്ന ഒരാളാണ് ധർമ്മടത്ത് 4.5 മണിക്കൂറോളം പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചു. 6 റൗണ്ട് പിണറായി വിജയൻ. മാത്രമല്ല, ഒരാൾ 4:30 കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിൽ തുടരരുത്,
എന്നായിരുന്നു ആജ്ഞ. അവിടെ വോട്ട് ചോദിക്കാൻ അയാൾക്ക് കൃത്യമായി കഴിഞ്ഞിട്ടില്ല. നടക്കാൻ പോകുമ്പോഴാണ് വോട്ട് ചോദിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഒരു നേതാക്കന്മാർ രമേശ് ചെന്നിത്തല അല്ലാതെ ആ മണ്ഡലത്തിലോട്ട് ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യത്തിൽ അത് വലിയ വിജയമാണ്. അയാളൊരു അല്ല, വാസ്തവത്തിൽ ധർമ്മടത്ത് പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. കാരണം ഇങ്ങനെ ഒരാൾക്ക്, ഒരു എതിരാളിക്ക് അവിടെ തീർച്ചയായിട്ടും 4.5 മണിക്കൂർ 6 റൗണ്ട് പിണറായി വിജയനെ പോലെ ഒരാളെ വെള്ളം കുടിപ്പിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനം നിങ്ങൾക്കെതിരാണ്, പാർട്ടി അണികൾ നിങ്ങൾക്കെതിരാണ്. ഭൂരിപക്ഷം 19,000 എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 30,000 കുറവാണ് ഏകദേശം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പാർട്ടിക്കുള്ളിലെ ഈ എതിർ സ്വരങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നോക്കൂ, കഴിഞ്ഞ നിയമസഭയിൽ ഒരു വലിയ ശക്തമായ ഒരു എതിർസ്വരം CPM ഉണ്ടായിരുന്നു. ഈ കനത്ത CPM തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടും ആ എതിർസ്വരത്തെ അടിച്ചമർത്താൻ അവർക്ക് പറ്റിയില്ല. കെ കെ രമ ഒരു നിസ്സാരക്കാരിയല്ല. വടകരയിൽ നിന്ന് ആ ഒഞ്ചിയത്തിന്റെ മുഴുവൻ പോരാട്ട വീര്യവും ആവാഹിച്ചുകൊണ്ട് TP ചന്ദ്രശേഖരന്റെ വിധവ മത്സരിച്ചപ്പോൾ CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ ഇളകി എന്നുള്ളതാണ്. മറ്റേ AA റഹീമൊക്കെ പാർലമെന്റിൽ പ്രസംഗിച്ചതുപോലെ അല്ലേ, എനിക്ക് ആ വാക്കുകൾ ഇപ്പോൾ ആവർത്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ കോട്ടകുത്തളങ്ങളെ ആ കൊടുങ്കാറ്റ് അത് കെ രമ കഴിഞ്ഞ തവണ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും വലിയ തരംഗത്തിൻ്റെ ഇടയിൽ നോക്കൂ, കേരളത്തിൽ എമ്പാടും വീശിയടിച്ച ഒരു ഇടതനുകൂല തരംഗം, ആ തരംഗത്തിൻ്റെ ഇടയിലും കെ രമ വിജയിച്ചു വന്നു എന്നുള്ളത് പാർട്ടി പഠിച്ചില്ല. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം പാർട്ടി പഠിച്ചില്ല. അതാണിപ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും ഒക്കെ ആവർത്തിച്ചിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ ഞെരുങ്ങി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. 1024 വോട്ട്, 1024 വോട്ടിന്റെ ഭൂരിപക്ഷം പുറത്തു പറയാൻ കൊള്ളാത്ത നാണക്കേടാണ്. അപ്പോൾ CPM-ന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു. മന്ത്രിമാരെല്ലാം പോയി, ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം അടപടലം പൊട്ടി. അതിൽ വിജയിച്ചത് സജി ചെറിയാനാണ്. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. അത് വലിയൊരു വിഷയമാണ്. BJP-യെ കൂടെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് അടിയൊഴുക്കുകളുണ്ട്, അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് ആരെയും വെള്ളപൂശേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ CPM തിരിച്ചറിയേണ്ട ഒരു സത്യം, പാർട്ടിയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു, ഒരു സംശയമില്ല. അത് അവിടെ മാത്രമല്ല, നിങ്ങൾ പാർട്ടിയുടെ ഈ കണ്ണൂർ പൊന്നാപുരം കോട്ടയാണെന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് എവിടുന്നാ? തെക്കൻ കേരളത്തിൽ നിന്നാണ് അല്ലെ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ തൂത്തുവാരി കൊണ്ടുപോയി CPM. തിരിച്ചാണ് സംഭവിച്ചത്. അതായത് അത് കൈവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്, തെക്കൻ കേരളത്തിൽ CPM-നെ നിലനിർത്തുന്നത് നായർ ഈഴവ വോട്ടുകൾ, പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ. ഈഴവ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു. ആ വിള്ളൽ ആർക്കനുകൂലമായിരിക്കുന്നു? അത് UDF മാത്രമല്ല, BJP-ക്ക് അനുകൂലമായിരിക്കുന്നു. ഇല്ലെങ്കിൽ BJP ഈ പറഞ്ഞ 3 സീറ്റുകൾ BDJs അല്ല. ഞാനിത് മുമ്പും പറഞ്ഞതാണ്. BDJs-ന് കേരളത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ കൂടെ 100 പേരുണ്ടോ സംശയം. അല്ല, അത് ഞാൻ അതിന്റെ കണക്കൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായതാണ്, BDJs-ന് ഒരു ചലനവും കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2016 അത് സംഭവിച്ചു, അവർക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2021 ആയപ്പോഴത്തേക്കും അതിൻ്റെ ശക്തി വളരെ ദുർബലമായി. 2024 കഴിഞ്ഞ് ഇപ്പോഴിതാ ഈ 26 എത്തിയപ്പോഴേക്കും BDJs ഏതാണ്ട് അസ്തമിക്കുന്ന സൂചനകളാണ് നൽകുന്നത്. അത് ആ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ ചിന്തിക്കട്ടെ, അവർ ആ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇവിടെ അപ്പോൾ CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അത് UDF-ൽ BJP ആശ്വസിക്കേണ്ട, 3 സീറ്റ് ഞങ്ങൾ പിടിച്ചു. പിന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വളരെ വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈഴവ വോട്ടുകൾ ഗണ്യമായി BJP-യിലേക്ക് വന്നു. നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് BJP-ക്ക് കിട്ടിയ വോട്ടല്ല, അത് താമരയ്ക്കും നരേന്ദ്രമോദിക്കും കിട്ടിയ വോട്ടാണ്. അതിനെ ആ രീതിയിൽ കാണാതെ ഈഴവ വോട്ടുകളെല്ലാം ഇനി വന്നുകൊള്ളും എന്ന് വിചാരിച്ച് കയ്യും കെട്ടിയിരുന്നതാണ് ലോക്കൽ ബോഡിയിലും അതുപോലെ തന്നെ അസംബ്ലിയിലും
BJPക്ക് കാലിടറിയതിന് കാരണം. ഇല്ലെങ്കിൽ BJP ഇതല്ല, ഇതിൽ കൂടുതൽ ഒരു പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും BJP തെക്കൻ കേരളത്തിൽ ജയിച്ചു വരാൻ സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ വിജയമാക്കി മാറ്റുന്നത്, അനുകൂല ഘടകങ്ങളെ വിജയമാക്കി മാറ്റുന്നതിൽ BJP പരാജയപ്പെട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് CPMന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾ CPMനെ കൈവിട്ടു. നമ്മൾ LDF എന്ന് പറഞ്ഞാൽ CPM എന്നാണ് അർത്ഥം. CPMനെ കൈവിട്ടു. ഈഴവ സമൂഹം വലിയൊരളവ് വരെ CPMനെ കൈവിട്ടിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം അത് UDFിലേക്ക് മാത്രമല്ല പോയിരിക്കുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയ്ക്ക് അത് UDFന് പ്രയോജനം ചെയ്തു. പക്ഷേ ആ വോട്ട് BJPക്കും കുറെ ഈഴവെന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഹൈന്ദവ വിഭാഗങ്ങൾ എല്ലാ വിഭാഗങ്ങളും നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പോലും CPMനെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ അസറ്റ് അതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അവര് ഒരു ഈ പറഞ്ഞ പോലെ ആറ്റിങ്ങൽ സംവരണ മണ്ഡലത്തിൽ വിജയിച്ചത് കൊണ്ട് ആശ്വസിക്കേണ്ട. അത് OS അംബികയുടെ വ്യക്തിപരമായ നേട്ടം കൂടിയാണ്. പിന്നെ പാർട്ടി സംവിധാനം അവിടെ ക്ലിയർ ആണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് അവിടെ രണ്ടാം സ്ഥാനത്ത് BJP വളരെ ദുർബലമായ പ്രവർത്തനം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം പ്രവർത്തനം നടന്ന ഒരു പ്രദേശമാണ് ആറ്റിങ്ങൽ BJPയുടേത്. അവിടെയാണ് രണ്ടാം സ്ഥാനത്ത് 45,000 വോട്ട് പിടിച്ച് സുധീർ രംഗത്തെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നേറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 5 വർഷം V മുരളീധരൻ കഴക്കൂട്ടത്ത് പ്രവർത്തിച്ചതുപോലെ, BB ഗോപകുമാർ ചാത്തന്നൂർ പ്രവർത്തിച്ചതുപോലെ സുധീർ 5 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ നിശ്ചയമായിട്ടും സുധീറിന് അവിടുന്ന് വിജയക്കൊടി നാട്ടാൻ കഴിയും. വിജയിച്ച് നിയമസഭയിലേക്ക് വരാൻ കഴിയും. ഇനിയെങ്കിലും സുധീർ അത് ചെയ്യട്ടെ. BJP അത് ചെയ്യാനുള്ള സാഹചര്യം സുധീറിന് ഒരുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് CPMന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. കേഡർ പാർട്ടികളുടെ ഒരു വലിയ പ്രശ്നമാണ്. ഒരിക്കൽ വീണാൽ എഴുന്നേൽക്കുക വലിയ ബുദ്ധിമുട്ടാണ്. നോക്കൂ, 2001 40 സീറ്റുമായിട്ട് പ്രതിപക്ഷത്തെത്തുമ്പോൾ, പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നപ്പോൾ അന്നൊരു പ്രതിപക്ഷ നേതാവായിട്ടൊരു ഒരു വീറുറ്റ പോരാളി, ഒരു കരുത്തുള്ള പോരാളി അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്നു. അത് സഖാവ് VS അച്യുതാനന്ദനാണ്. ഇന്ന് അങ്ങനെ പറയാൻ ഒരു പേര് CPMൽ ഇല്ല. ഏകാധിപതിയായ ഏകാധിപതി എന്നുള്ളതല്ല പറയണ്ട, പരാജിതനായ ഒരു ഏകാധിപതി, പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു ഏകാധിപതി, അനാരോഗ്യം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഏകാധിപതി. ഇതൊക്കെയാണ് അത്. ഇത്തരം ഏകാധിപതികളുടെ എല്ലാം അവസാനം അങ്ങനെ തന്നെയാണ്. അവരവസാനം വലിയ വില കൊടുക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ പോലും ഒരു കരുത്തുള്ള പോരാളി ഇന്ന് CPMനില്ല. ഇതാണ് CPM നേരിടാൻ പോകുന്ന വെല്ലുവിളി. നോക്കൂ, G സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ അടക്കമുള്ളവർ ഇന്ന് ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളെ വെല്ലുവിളിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് എതിർപക്ഷത്ത് നിന്ന് ഉയർന്ന എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കരുത്തുറ്റ പ്രതിരോധം തീർക്കാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നിയമസഭയിൽ G സുധാകരൻ ഒരു മഹാമേരു പോലെ നിന്നുകൊണ്ട് ഈ വലതുപക്ഷത്തെ വെല്ലുവിളിക്കുന്ന, വലതുപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ചെറുക്കുന്ന, തിരിച്ചാക്രമിക്കുന്ന, വാക്കുകൾ കൊണ്ട് തിരിച്ചാക്രമിക്കുന്ന ഒരു G സുധാകരനെ, ആ G സുധാകരന്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു. എത്രയെങ്കിലും തവണ നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ. ആ G സുധാകരൻ ഇന്ന് നിങ്ങളുടേതൊരു പക്ഷത്താണ്. ഒരു കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ആയുധമെടുത്ത് പോരാടിയ G സുധാകരൻ ഇന്ന് നിങ്ങളെ എതിർത്തുകൊണ്ട്, നിങ്ങളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറുപക്ഷത്ത് നിൽക്കുന്നു. വലിയ വെല്ലുവിളിയാണ് നിയമസഭയിൽ നേരിടാൻ പോകുന്നത്. ഒരു കരുത്തുറ്റ ഒരു നിര ഇന്നില്ല. MP രാജേഷ് ഇല്ല, P രാജീവ് ഇല്ല, അതുപോലെയുള്ള ഒട്ടനവധി ആൾക്കാർ. ആകപ്പാടെ പ്രതിരോധം തീർക്കാൻ പറ്റുന്ന ഒരു KN ബാലഗോപാലും ഒരു ജോയിയും ഒക്കെ ആകപ്പാടെ ഞാൻ നോക്കിയിട്ട് നിയമസഭയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുമ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷ നിര നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം ഇവർ പ്രതിപക്ഷമാണെങ്കിലും ഇടതിനെയും വലതിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ശക്തമായ ഒരു പ്രതിപക്ഷ നിര. കാരണം BJPയുടെ പ്രതിപക്ഷവും മോശമാകില്ല, BJPയുടെ അങ്ങനെ മോശം കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് V മുരളീധരനാണ്,
കേന്ദ്രമന്ത്രിയാണ്, രാജ്യസഭയിൽ പാർലമെന്ററി പാർലമെന്റ് നടപടികൾ അറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. രാജീവ് ചന്ദ്രശേഖറാണ് മറ്റൊരാൾ, പാർലമെന്ററി നടപടികൾ അറിയാം. അതിൽ അല്പം വ്യത്യാസമുള്ളത് ഗോപകുമാറിന് മാത്രമാണ്. അദ്ദേഹം പക്ഷേ അധ്യാപകനാണ്, അദ്ദേഹം മിടുക്കനായ അധ്യാപകൻ, അത് രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് അവിടെ ഒന്നും ആശങ്കയില്ല. അതിനൊപ്പം ആ കൂട്ടത്തിൽ അവരുടെ ഒപ്പമല്ലെങ്കിലും സുധാകരനും ഇവരെല്ലാം കൂടി വരുമ്പോ അല്ല, ഒരു പക്ഷേ PC ജോർജിനെ പോലെ ഒരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വെള്ളം സുരേന്ദ്രന് കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, PC ജോർജ്, ഷോൺ ജോർജ് ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭരണപക്ഷം വെള്ളം കുടിച്ചേനെന്ന് മാത്രമല്ല പ്രതിപക്ഷം ചിഹ്ന ഭിന്നമായി പോയി. അടുത്ത തവണ നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷത്തിന് CPM-ന് വരാൻ പോകുന്ന 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് എത്രത്തോളം മിടുക്ക് കാട്ടാൻ കഴിയും, എത്രത്തോളം ഈ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ ഇന്ന് ഇടതുപക്ഷത്തിന് കഴിയില്ല. കാരണം അത്രയും മികച്ച പാർലമെന്റേറിയന്മാർ ഇന്ന് ഇടതുപക്ഷത്തു നിന്ന് ജയിച്ചു വന്ന ഈ 35 പേരിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യമാണ്. ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വരട്ടെ, പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തട്ടെ. അതേസമയം അപ്പുറത്ത് ഭരണപക്ഷത്ത് പരിണിതപ്രജ്ഞരായ നോക്കൂ, ഏറ്റവും പ്രസരിപ്പുള്ള യുവ നേതൃത്വമുണ്ട്. അല്ലല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഇത്രയും വർഷത്തെ അറിവും അനുഭവ സമ്പത്തുമുള്ള കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, VD സതീശൻ, അതുപോലെ തന്നെ കെ മുരളീധരൻ, നമ്മൾ വിട്ടുപോയത് കെ മുരളീധരൻ, ഇങ്ങനെയുള്ള അധികായന്മാരുണ്ട്. ഒപ്പം പ്രസരിപ്പുള്ള യുവ MLA-മാരുണ്ട്. സ്ത്രീകളും മോശമല്ല. ഷാനിമോൾ ഉസ്മാനെ പോലെ ഏറ്റവും അധികം നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതില് ഒരു അനുഭവ സമ്പത്ത് കുറവ് ബിന്ദു കൃഷ്ണനെ പോലെയുള്ള അസംബ്ലിയിൽ പ്രവർത്തിച്ച് കുറവുണ്ട്. പക്ഷെ നമുക്ക് ബഹുമാനിക്കാം. പുതിയ മന്ത്രിസഭ വരട്ടെ, MLA-മാർ സത്യപ്രതിജ്ഞ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിട്ടുപോയി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംഭവ ബഹുലമായിരിക്കും വരുന്ന 5 വർഷം. CPM ഈ ഒരു കെട്ടകാലത്തെ, സത്യാനന്തരകാലം എന്നൊക്കെയാണ് CPM-ന് കെട്ടകാലം. അത് സത്യമാണ്. CPM-ന്റെ ഈ കെട്ടകാലത്തെ CPM അതിജീവിക്കുമോ, അതോ ഉപ്പുവച്ച കലം പോലെ ഈ പാർട്ടി അലിഞ്ഞു തീരുമോ? നോക്കൂ, ബംഗാളിൽ അകത്തുണ്ടായിരുന്ന ക്രിമിനലുകൾ മുഴുവനും മമതയ്ക്കൊപ്പം പോയി. CPM-നുള്ളിലുണ്ടായിരുന്ന വിവരമുള്ള, വിവേകമുള്ള, ചിന്താശീലരായ ആൾക്കാർ മുഴുവനും ഇന്ന് BJP-യിലാണ്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചേക്കും. CPM ഉപ്പുവച്ച കലം പോലെ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അലിഞ്ഞു തീരും. പക്ഷേ അണികൾ, വിവേകമുള്ള നേതാക്കൾ ഒക്കെ ഭാവിയിൽ ഒരു പക്ഷെ BJP-യിലായിരിക്കും ചെന്ന് ചേക്കേറുക. അത് കാണാനുള്ള ഒരു അവസരം ഈ CPM-ന്റെ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. നന്ദി, നമസ്കാരം.